ഹലോ, ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അതിനായി നമ്മൾ ദുആ ചെയ്യുന്നു. റംളാൻ മാസമൊക്കെ അങ്ങ് എത്തിയല്ലോ അല്ലേ? അപ്പോൾ നല്ല പുണ്യമാക്കപ്പെട്ട റംളാൻ മാസം വന്നു തുടങ്ങി. പിന്നെ അതിനായിട്ട് നമ്മളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ നമുക്ക് പഴയ പച്ചക്കറികളൊക്കെ അത് പുതിന കാര്യങ്ങളൊക്കെ അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യലായിട്ട് കാണിക്കാനുള്ള എൻ്റെ പിരിയൻ മുളകാണ്. കണ്ടോ, പിരിയൻ മുളക് ഇതായിട്ടുണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, ഒക്കെ പിരിയൻ മുളകാണ്. ഇത് ആദ്യം ഈ മുളക് കായ്ച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്താ ഈ സംഭവം, മുളകുകളൊക്കെ ഇങ്ങനെ പിരിഞ്ഞും കൂടി ഇത് കേടാണെന്ന് വിചാരിച്ച്. അപ്പോൾ നോക്കിയാൽ പിന്നീടാണ് മനസ്സിലായത് ഞാൻ പിരിയൻ മുളകിൻ്റെ ഇത് നട്ടിരുന്നു. അതാണ് എന്തായാലും ചിലതൊക്കെ ഇങ്ങനെ മുരടിപ്പ് വരുന്നുണ്ട്. എന്തായാലും വളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. പിന്നെ അതുപോലുള്ള സന്തോഷം എന്താ വെച്ചാൽ നമ്മൾ കക്കരി ഉണ്ടോ, കക്കരിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് വെള്ളരിയാണ്. വെള്ളരി ഒരെണ്ണത്തിന്ന് പറിച്ചെടുത്തു. രണ്ടാമത് വെള്ളരി ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത് വെള്ളരി ഇവിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. പിന്നെ കോവൽ, ഇത് വലിയ തരം കോവലാണ്. അത് 3-4 കമ്പ് നട്ടിട്ട് ഒരു കമ്പാണ് പിടിച്ചത്. നമുക്കിപ്പോൾ ഒരു കമ്പായാലും മതിയല്ലോ അല്ലേ? ഇതിലൊക്കെ 3 രൂപ ബാഗിൽ നമുക്ക് കക്കരിക്കുണ്ട്. നമ്മളെ കക്കരി ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഒരു വലിയ കക്കരി ഉണ്ട്. പിന്നെ ഇതാ ഏറ്റവും ആദ്യം ഉണ്ടായ കക്കരിയാണിത് കേട്ടോ, ഫസ്റ്റ് ഉണ്ടായ കക്കരിയാണ്. അപ്പോൾ അതേപോലെ 3 ഗ്രോ ബാഗിലാണ് നമുക്ക് കക്കരിക്കുള്ളത്. ഇതാണ് ഒരു കക്കരി. ഇതിലിന് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? കക്കരി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതൊരു പയർ മുളച്ചതാണ്, അതിപ്പോൾ റെഡി ആയിട്ടുണ്ടാവുന്നുണ്ട്. പിന്നെന്താ, അങ്ങോട്ടേക്കൊക്കെ നമ്മൾ പഴയ മുളകും കാര്യങ്ങളും വഴുതനയും മറ്റു വർഷമൊക്കെ തന്നെയാണുള്ളത്. പിന്നെ നമ്മൾ ആദ്യം നട്ടിട്ടുള്ള കോവലുണ്ട്, ഇഷ്ടം പോലെ പറിച്ചു പൊട്ട് നന്നായിട്ട് മാഷാ അല്ലാഹ് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ആയിട്ട് പടർന്ന് പോയി നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. അതൊരു സന്തോഷം. പാവൽ, പക്ഷെ പാലൊക്കെ ഇങ്ങനെ ഈ ഈച്ച കുത്തിയിട്ട് കേടായി പോകുന്നുണ്ട്. നമ്മൾക്കൂടെ കിട്ടണത് നല്ല ഒരുപാട് കിട്ടി നമുക്ക് കേട്ടോ, ഒത്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാവലൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വന്നിട്ട് കിട്ടിയിട്ടുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോസ് കമ്പ് നട്ടതായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ ഒരു റോസ് പൂത്ത് പോയി, വേറെ 2 റോസ് ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യം. പിന്നെ നമ്മളിവിടെ പടവലങ്ങ നട്ടിട്ടുണ്ട്. പയറൊക്കെ മുകളിലേക്ക് പോയിട്ടൊക്കെ നന്നായിട്ട് കഴിക്കണം. അപ്പം ഈ പയർ നല്ല പോലെ കഴിച്ചിട്ടോ, ഒരുപാട് കാലം നമുക്ക് നന്നായിട്ട് കഴിച്ചു കിട്ടും എന്നുള്ളത്. പിന്നെ ഞാൻ നട്ടിട്ടുള്ള പടവലം പടവലമൊക്കെ പൂവിട്ടു ചെയ്ത പന്തലിലേക്ക് കയറുന്നു പടവലം. ഇത് ചരക്ക നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പൂവിട്ടിട്ടുണ്ട് ചരങ്ങി പടവലമൊക്കെ ഇതായിട്ട് കിടക്കുന്നു. പിന്നെ ഫസ്റ്റ് ഇവിടെ ഏറ്റവും ആദ്യം ഒരു ചരക്ക മാത്രം നട്ടതിലുണ്ടായിരുന്ന ഒരു കമ്പ് മണ്ണിൻ്റെ അടിയിൽ കിടന്ന് വെള്ളം നനയും തട്ടപ്പോൾ അതിങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നന്നായിട്ട് അതും ഹാത്തായിട്ടുണ്ടായിരുന്നു. മഞ്ഞളൊക്കെ കിളച്ചു വെച്ചിട്ടുണ്ട്. കുറേ മഞ്ഞൾ പുഴുങ്ങി ഉണക്കി ഒക്കെ ചെയ്തു. ഇനി ചാണകമൊക്കെ അതാ പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചേമ്പ് നടാൻ വേണ്ടിയിട്ട് ചേമ്പും ചേനയൊക്കെ നടണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ പപ്പായ ഒരു വലിയ സുഖമില്ല, എന്നാലും പപ്പായൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ മാവൊക്കെ കണ്ടില്ലേ നല്ല ഉഷാറായി പോയിട്ടുണ്ട്. പാവലൊക്കെ നന്നായിട്ട് പടർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ വീഡിയോയാണ്. ചീനമുളകൊക്കെ, ചെറിയ മുളക് വളരെ ചെറിയ ചീനമുളകാണ്, ഒക്കെ പഴുത്തിട്ടുണ്ട്. ഒക്കെ എടുത്തിട്ട് വേണം. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ സീ യു. അതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.